ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ ഒരു രാത്രി കൂടി കടന്നുപോയിരിക്കുന്നു. വലിയ തരത്തിലുള്ള അക്രമങ്ങൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഈ അക്രമങ്ങൾക്ക് പരിധി ഉണ്ടാകില്ല എന്ന് ഇറാനും ഇത് സമ്പൂർണ്ണമായ ലക്ഷ്യം നേടുന്നതുവരെ അക്രമം തുടരുമെന്ന് ഇറാനും US-ഉം ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നു. യുദ്ധം നീളുന്ന സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? ഒരു വലിയ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? ഗൗതം, ഈ ഇന്നലെ രാത്രി അവസാനിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒമാന്റെ മധ്യസ്ഥതയിൽ ഇസ്രയേലും ഇറാനും അമേരിക്കയും അടങ്ങുന്ന ഒരു ചർച്ചയുണ്ടാകുമെന്നും ഒരു സമാധാന നീക്കത്തിലേക്ക് വെടിനിർത്തലിലേക്ക് കടക്കുമെന്നുമായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണമായി പറയപ്പെടുന്ന ഈ ആണവ ചർച്ചകളിലേക്ക് ആ വേദിയിലേക്ക് ഇറാൻ വീണ്ടും മടങ്ങുമെന്നുള്ള പ്രതീക്ഷകളിലായിരുന്നു ഇന്നലെ അവസാനിച്ചതെങ്കിൽ ആ പ്രതീക്ഷകളെ അസ്തമിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ സംഘർഷം ഇനിയും നീളുമെന്നുള്ള വിവരം പുറത്തു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപാണ് ഈ യുദ്ധം ഇനിയും 4 ആഴ്ച വരെ നീളാനുള്ള സാധ്യതയെക്കുറിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ യുദ്ധത്തിന് പിന്നാലെ പങ്കുവച്ചതുപോലെ ഒരു 5 മിനിറ്റ് വീഡിയോ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചിരുന്നു. മാറയിലഗോയിൽ നിന്നുള്ള ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ഈ പത്രസമ്മേളനത്തിലും ഈ വീഡിയോയിലുമെല്ലാം ആവർത്തിക്കുന്നത് സംഘർഷം ഇനിയും നീളും, പൂർണ്ണമായി ലക്ഷ്യം കൈവരിക്കുന്നത് വരെ ഈ ഒരു സംഘർഷം ഇനിയും നീളുമെന്നുള്ളൊരു സൂചനയാണ്, ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രസ്താവന വരുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ഇറാന്റെ പ്രത്യാക്രമണങ്ങളിലായി 3 US സൈനികർ കൊല്ലപ്പെട്ട നിലയിൽ കൂടിയാണ്. ഖത്തറിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 US സൈനികരാണ് കഴിഞ്ഞ ദിവസത്തെ ഇറാന്റെ പ്രത്യാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഈ ഒരു 5 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സംഘർഷം ഇനിയും നീളുമെന്നുള്ളൊരു പ്രസ്താവന പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങളും വലിയ രീതിയിൽ കനത്ത രീതിയിൽ തന്നെയാണ് തുടരുന്നത്. ജെറുസലേമിലെ പഴയ നഗരത്തിലാണ് ആക്രമണം ഉണ്ടായത്. ഒരു മിസൈലിന്റെ വാർഹെഡ് വീണാണ് പള്ളിക്ക് സമീപവും പള്ളിയും മറ്റൊരു ദേവാലയവും ഉൾപ്പെടുന്ന മേഖലയിൽ ഈ ഒരു വാർഹെഡ് വീണാണ് വലിയ രീതിയിൽ 7 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്, സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വടക്കൻ ഇസ്രയേലിൽ ഉണ്ടായിരുന്ന ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഈ GCC രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം അടിയന്തര കൗൺസിൽ യോഗം വിളിച്ച് ഇറാൻ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഈ പ്രത്യാക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അതുപോലെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നുമുള്ള ഒരു കൗൺസിൽ യോഗം ചേർന്ന് പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഈ GCC രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ പ്രത്യാക്രമണവും ഈ കഴിഞ്ഞ രാത്രി ഉടനീളം തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ദോഹയിലും അതുപോലെ തന്നെ ബഹ്റൈനിലും ഉൾപ്പെടെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ചിലർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യങ്ങൾ, പരിക്കുകളുടെ റിപ്പോർട്ടുകൾ അവിടെ നിന്നെല്ലാം പുറത്തു വരുന്നുണ്ട്. ഈ രാത്രി ഉടനീളം പ്രത്യാക്രമണങ്ങൾ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇസ്രയേലിലേക്കായാലും ഈ GCC ഗൾഫ് രാജ്യങ്ങളിലേക്കായാലുമുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഈ സംഘർഷം തുടരുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളുടെ നിലപാടാണ്. പ്രത്യേകിച്ച് ഈ അമേരിക്കയുടെ പാശ്ചാത്യ സഖ്യകക്ഷികളുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തമാകുകയാണ്. ഈ ആയത്തുള്ള ഖമേനിയുടെ മരണത്തിന് ശേഷം തുടരുന്ന സംഘർഷമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘർഷത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു അവ്യക്തമായി അനിശ്ചിതമായി നീളുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് ഈ മറ്റ് പാശ്ചാത്യ സഖ്യകക്ഷികൾ എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ UK-യും ഓസ്ട്രേലിയയും ഈ ഇറാനുമായിട്ടുള്ള സംഘർഷത്തിൽ പങ്കുചേരില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അതായത് നേരിട്ടുള്ള സൈനിക നടപടിയിൽ പങ്കുചേരില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. എന്നാൽ ബ്രിട്ടൻ UK ഇപ്പോൾ അറിയിക്കുന്നത് അവരുടെ സൈനിക താവളങ്ങൾ ഇറാനെതിരായ പ്രത്യാക്രമണങ്ങൾക്കായി ഉപയോഗിക്കാൻ വിട്ടു നൽകുമെന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു EU-ന്റെ യൂറോപ്യൻ യൂണിയന്റെ രക്ഷാ ദൗത്യ സംഘം ഇറാൻ തീരത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു ദൗത്യത്തിലേക്ക് ഫ്രാൻസിന്റെ പടക്കപ്പലുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവകാശവാദങ്ങൾ ഇറാനിലെ ഏകദേശം ഈ ഒരു മൂന്നാം ദിനത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സംഘർഷത്തിൽ 250-ന് മുകളിലേക്കാണ് മരണസംഖ്യ ഇപ്പോൾ നീളുന്നത്. അതിൽ 158 പേർ ഈ മനാബിലെ സ്കൂളിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളും മറ്റ് സാധാരണക്കാരുമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഇതുവരെ ഉണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു 3 സൈനികരുടെ നഷ്ടമാണ്. മറ്റ് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അമേരിക്കൻ കപ്പലുകൾ USS ജെറാൾഡ് അടക്കമുള്ള വൻ പടക്കപ്പലുകൾക്ക് ഈ ഒരു ഇറാന്റെ പ്രത്യാക്രമണത്തിൽ നാശനഷ്ടം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ടുകളും അമേരിക്ക തള്ളുന്നുണ്ട്. അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പലുകൾക്കും ഇതുവരെ യാതൊരുവിധ തകരാറും ഈ ഒരു ആക്രമണത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ചർച്ചകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും ഒമാൻ മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി വീണ്ടും ഈ ആണവ ചർച്ചയിലേക്ക് മടങ്ങിപ്പോകാനുള്ള ആഹ്വാനം നടത്തുന്നുണ്ട്. GCC രാജ്യങ്ങളും ഇതേ നിലപാടിലാണ്. വീണ്ടും ഒരു ചർച്ചകളുടെ വേദിയിലേക്ക് തിരിച്ചുപോയി ഒരു സമാധാനം സ്ഥാപിക്കുക എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇന്ത്യയുടെ നിലപാടും അങ്ങനെയാണ്. ഒരു സമാധാന ചർച്ചകൾ വേണമെന്നുള്ള ഒരു രീതിയിലേക്കാണ് നീങ്ങുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി
നരേന്ദ്രമോദി ഈ യു എയുടെ തലവനുമായി ഇന്നലെ ബന്ധപ്പെട്ടിരുന്നു. യിലെ ഇന്ത്യൻ പൗരന്മാർക്ക് സംരക്ഷണം നൽകിയതിൽ ഒരു നന്ദി അറിയിച്ചുകൊണ്ടുള്ളൊരു ഫോൺ സംഭാഷണം ഇരുവരും നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് മോദി സംസാരിച്ചിരുന്നു. ഈ സാഹചര്യങ്ങൾ, പശ്ചിമേഷ്യയിലെ സാഹചര്യം വിലയിരുത്തുകയുണ്ടായി ഇരുവരും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ. അതുപോലെ തന്നെ ആശങ്ക അറിയിച്ചുകൊണ്ട് ഈ നിലവിലെ പശ്ചിമേഷ്യയിലെ സാഹചര്യത്തിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇന്ത്യയും പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യങ്ങളിൽ സംഘർഷ സാഹചര്യങ്ങളിൽ യാത്രാ ദുരിതം ഉൾപ്പെടെ വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരമാവധി തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതമായ രാജ്യങ്ങളിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ദൗത്യത്തിലാണ് മിക്ക വിദേശ രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ മിക്ക വിദേശ രാജ്യങ്ങളും എന്ന് പറയണം. പക്ഷേ അതേസമയം വലിയ രീതിയിൽ എയർപോർട്ടുകളടക്കം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇന്നലെ പല ആക്രമണങ്ങളും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ജാഗ്രത മുൻകരുതൽ കണക്കിലെടുത്ത് പല വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടുകയും ആകാശം അടച്ചുപൂട്ടുകയും ഇടയിലൊന്ന് ഇടപെടുകയാണ്. അതായത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അനുഭവം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നത് ഒമാന്റെ നേതൃത്വത്തിൽ ഒരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന നിലയിലായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. ഒമാൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കി ഇന്നലെ രാത്രി തന്നെ രംഗത്തെത്തുകയും ചെയ്തു. അതായത് ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്, ഏത് തരം ചർച്ചകൾക്കും ഡീ എസ്കലേഷൻ നടത്താനുള്ള ഏത് തരം ചർച്ചകൾക്കും തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കിയതായി ഒമാന്റെ വിദേശകാര്യ വക്താവ് പ്രസ്താവന ഇറക്കുന്നു. സമാനമായ രീതിയിൽ GCC രാജ്യങ്ങൾ കൂടിച്ചേർന്ന് ഇതിൽ നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഇറാനും ഇതേ നിലപാടിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമ്പോൾ അവർ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ഉപാധി, ഈ അക്രമം ആരംഭിച്ചത് ഇസ്രയേലും അമേരിക്കയും ചേർന്നാണ്. അത് നമ്മുടെ മുൻപിലുണ്ട്, അതൊരു വസ്തുതയുമാണ്. ആ അക്രമം അവസാനിപ്പിക്കാൻ ഇരുവരും തയ്യാറായാൽ ഏത് തരത്തിലുള്ള ചർച്ചകൾക്കും ഇറാനും തയ്യാറാണ് എന്നതാണ് ഇറാൻ്റെ നിലവിലുള്ള നിലപാട്. ഏറ്റവും ഒടുവിലുള്ള നിലപാടും അബ്ബാസ് അരാക്ചിയുടെ ഒക്കെ വാക്കുകളിലുമുള്ളത് അതുതന്നെയാണ്. അപ്പോൾ ഈ അക്രമം അവസാനിപ്പിക്കില്ല എന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുകയും അവർ മുന്നോട്ട് വെച്ച ലക്ഷ്യം കൈവരിക്കും വരെ ആക്രമണം തുടരുമെന്ന് നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ സമാധാന ചർച്ചകൾക്ക് ഇനി എത്രമാത്രം പ്രസക്തിയുണ്ട്, അതെങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാകുക. ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവനയിലും ഈ ഒരു സമാധാന ചർച്ചകളിലേക്ക് മടങ്ങാൻ, മധ്യസ്ഥത വഹിക്കാൻ ഉള്ള ആഹ്വാനമാണ് ഉണ്ടാകുന്നത് ഗൗതം. അതുപോലെ തന്നെ ഈ ഒരു ചർച്ചകളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് നേരത്തെ ആദ്യം ആണവ ചർച്ചകൾക്ക് യുറേനിയം സമ്പുഷ്ടീകരണത്തിനെതിരെ അത് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട US ഇറാൻ ആണവ ചർച്ചകളാണ് നടന്നിരുന്നതെങ്കിൽ അതിലേക്ക് ഏകദേശ ധാരണയിലേക്ക് എത്തുമ്പോൾ 3 ഘട്ടമായിട്ടാണ് ജനീവയിൽ ഇത് സംബന്ധിച്ച ചർച്ച നടന്നത്. ഇത് ഏകദേശ ധാരണയിലേക്ക് എത്തുമ്പോഴാണ് ഈ ഇറാൻ്റെ മിസൈൽ പദ്ധതി മിസൈൽ പ്രോഗ്രാം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണമെന്ന നിലയ്ക്ക് അമേരിക്ക ഒരു ഉപാധി വയ്ക്കുന്നതും അതിലേക്ക് ചർച്ചകൾ കടക്കുന്നതും. ഈ ഒരു ചർച്ചകൾ പൂർണ്ണമായിട്ട് തള്ളിക്കൊണ്ട് ഇറാൻ ഒരു മറുപടിയിലേക്ക് കടന്നതിന് പിന്നാലെയാണ് ഇങ്ങനെ ടെഹ്റാനിലേക്ക് വലിയ രീതിയിലുള്ളൊരു ബോംബാക്രമണവും ഉണ്ടാകുന്നത്, മിസൈൽ ആക്രമണവും ഉണ്ടാകുന്നത്. അതിന് ഭാഗമായിട്ട് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി തന്നെ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക്, വലിയൊരു സംഘർഷത്തിലേക്ക് ഈ ഒരു സാഹചര്യം നീങ്ങുകയും ചെയ്യുന്നത്. ഇതിനുശേഷം ഈ സമാധാന ചർച്ചകൾക്ക് സന്നദ്ധത ഇറാൻ തന്നെ അറിയിച്ചിരുന്നു. ആ ഒരു ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രധാനമായിട്ടും യുദ്ധം ആരംഭിച്ചവർ തന്നെ അത് അവസാനിപ്പിക്കണമെന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരാക്ചി ഇന്നലെ UN കൗൺസിലിൽ അറിയിച്ചിരുന്നു ഈ ആക്രമണങ്ങൾക്ക്, ഇറാന്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ടുള്ള രാജ്യത്ത് കടന്നുള്ള ആക്രമണങ്ങൾക്ക് ഇസ്രയേലിനെ അമേരിക്കയ്ക്കുമെതിരെ നടപടി സ്വീകരിക്കാൻ അവരെ അതിൽ കുറ്റവാളികളായി നിർത്തിക്കൊണ്ട് ഒരു വിചാരണയിലേക്ക് നീങ്ങണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട്, അന്താരാഷ്ട്ര കോടതിയോട് ആവശ്യപ്പെടുന്ന ഒരു പ്രസ്താവനയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇന്നലെ UN കൗൺസിലിൽ നടത്തിയത്. ഇത് തന്നെയാണ് ഇറാൻ്റെ പ്രധാന ആവശ്യമെന്ന് പറയണം. ഈ മറ്റ് ഇറാനൊപ്പമുള്ള അനുകൂലിക്കുന്നവരെല്ലാം ആവശ്യപ്പെടുന്നത് പോലെ ഒരു പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തിയതിന് ഇസ്രയേലിനും അമേരിക്കയുമെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇറാൻ്റെ ആവശ്യം. എന്നാൽ അമേരിക്ക ഇതിവിടെ പറയുന്നത്, ഇസ്രയേൽ ഇവിടെ പറയുന്നത് ഇത് നിയമപരമായിട്ടുള്ള ഒരു വലിയ ലോകത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള, ആണവ ഭീഷണി ഉയർത്തുന്ന ഒരു രാജ്യത്തിനെതിരായിട്ടുള്ള നിയമപരമായിട്ടുള്ള സൈനിക നടപടിയാണിതെന്നാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ UN-ലായാലും മറ്റ് അന്താരാഷ്ട്ര സുരക്ഷാ വേദികളിലായാൽ തന്നെ ഈ ഒരു ആരോപണത്തെ പ്രതിരോധിക്കാനും ഉള്ള നിലപാടുകളാണ് അമേരിക്കയായാലും ഇസ്രയേലായും സ്വീകരിക്കുന്നതെന്ന് പറയണം. അതുപോലെ തന്നെ ഈ ഒരു യുദ്ധം സംഘർഷം നീളുമെന്നുള്ളൊരു അമേരിക്കൻ പ്രസിഡന്റിന്റെ വ്യക്തമായിട്ട് 4 ആഴ്ച എന്നൊരു സമയ കാലയളവ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം നീളാനുള്ള സാഹചര്യം, ഈ പൂർണ്ണമായിട്ട് ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു യുദ്ധം ആരംഭിക്കുമ്പോൾ തന്നെ ഈ IRGC-യെയും അതുപോലെ തന്നെ ഇറാന്റെ നാവികസേനയെയും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്നുള്ളൊരു നിലപാട് പ്രഖ്യാപനം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അതാണ് ലക്ഷ്യം എന്നുള്ള രീതിയിൽ പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമ്പൂർണ്ണമായിട്ടും ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ സംഘർഷം തുടരും, ആക്രമണം തുടരും എന്നുള്ളൊരു നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഇറാൻ മറുപക്ഷത്ത് നിന്ന് പ്രത്യാക്രമണങ്ങളും തുടരും എന്നുള്ള നിലയ്ക്കായിരുന്നു നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം
കഴിഞ്ഞ ദിവസം തന്നെ ഈ പശ്ചിമേഷ്യയിലുടനീളമുള്ള 27 US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഈ പ്രത്യാക്രമണങ്ങൾ ഇതേ തോതിൽ തുടരാനും ഈ കൂടുതൽ അമേരിക്കയിൽ വലിയ സൈനിക വിന്യാസം തന്നെ പശ്ചിമേഷ്യയിലെ പല തീരങ്ങളിലായിട്ടുണ്ട്. ഈ ഒരു അവ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരാനുള്ള വലിയ സാധ്യതകൾ കാണുന്നുണ്ട്. അതേസമയമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ GCC കൗൺസിലിന്റെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈനിക മറ്റൊരു കാര്യം കൂടി, അതായത് ഈ നേരത്തെ അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഈ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്ക എടുത്ത പ്രധാനപ്പെട്ട നിലപാടുകൾ രണ്ട് കാര്യങ്ങളിൽ. ഒന്ന്, ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നതാണ്. രണ്ടാമതായി ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കപ്പലുകൾ, നാവികപ്പടയെ പൂർണ്ണമായും നശിപ്പിക്കുക, ആണവ സമ്പുഷ്ടീകരണത്തെ അവസാനിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള മറ്റ് ലക്ഷ്യങ്ങൾ കൂടിയാണ്. ഇതിൽ ആദ്യത്തെ ഘട്ടത്തിൽ അവർ നേരത്തെ നമ്മളെല്ലാവരും കണ്ടതാണ്, ഖമനേയി വധിക്കപ്പെട്ടിരിക്കുന്നു, അവിടെ അസ്ഥിരത ഉണ്ടായിരിക്കുന്നു, പുതിയ ഭരണമാറ്റത്തിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നു, പുതിയ ആളുകൾ ചുമതല അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മറുവശത്ത് ഇന്നലെ ഉൾപ്പെടെ ട്രംപ് അവകാശപ്പെട്ടത് ഇറാന്റെ 9ഓളം പടക്കപ്പലുകളെ തകർത്തിട്ടുണ്ടെന്നും അതിനെ കടലിൽ മുക്കിയെന്നുമാണ്. ഒപ്പം തന്നെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ആക്രമണം നടത്തിയതായി ഇസ്രായേലും അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാം ഘട്ടം, അതായത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന കടന്നാക്രമണത്തിൻ്റെ രണ്ടാം ഘട്ടം അതിരൂക്ഷമായി പുരോഗമിക്കുകയാണോ? നജാദ് ഉൾപ്പെടെയുള്ള പ്രധാന മുൻ പ്രസിഡന്റുമാർ കൊല്ലപ്പെട്ട സാഹചര്യം ഇറാനിൽ ഉടലെടുത്തിട്ടുണ്ട് എന്ന നിലയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ അക്രമവുമായി ബന്ധപ്പെട്ട് USSന്റെ എബ്രഹാം ലിങ്കൺ ആക്രമിക്കപ്പെട്ടു, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കപ്പലുകളിലൊന്നായ എബ്രഹാം ലിങ്കൺ ആക്രമിക്കപ്പെട്ടു എന്ന നിലയിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു. അപ്പോൾ ഇതിലൊക്കെ സ്ഥിരീകരണങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമായോ? ഈ അമേരിക്ക തന്നെ അവകാശപ്പെടുന്നത് ആദ്യ 24 മണിക്കൂർ, ടെഹ്റാനിൽ ആക്രമണം ആരംഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം ഇറാനിലെ 1000 ലക്ഷ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്നാണ്. അതായത് വലിയൊരു ആക്രമണമാണെന്ന്, വലിയൊരു സംഘർഷത്തിലേക്ക് നീളാൻ സാധ്യതയുള്ള ഒരു വലിയ ആക്രമണം തന്നെയാണ് തുടക്കത്തിൽ ആദ്യ 24 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടത്തിയതെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ 9 ഇറാന്റെ പടക്കപ്പലുകൾ നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇതുവരെ ഇറാൻ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം നടത്തിയിട്ടില്ല. അത് നശിപ്പിച്ചോ ഇല്ലേ എന്നുള്ളതിൽ വലിയൊരു പ്രതികരണം സ്ഥിരീകരിക്കപ്പെടാവുന്നൊരു വിശദീകരണം ഇതുവരെ ഇറാൻ നൽകിയിട്ടില്ല. എന്നാൽ നമുക്കറിയാവുന്ന പോലെ ആയത്തുള്ള ഖമനേയി കൊല്ലപ്പെടുന്നതടക്കമുള്ള ടെഹ്റാനിലെ ആക്രമണം എന്ന് പറയുന്നതിൻ്റെ വ്യാപ്തി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പുറത്തു വന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ അടക്കം കണ്ടതാണ്. വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടം, അതായത് ഇറാൻ്റെ മറ്റു തുറമുഖങ്ങളിലേക്ക് പോയാലും ആ തുറമുഖങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതിൻ്റെ തെളിവുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇറാനിലെ വിവരങ്ങൾ പുറത്തു വരുന്നതിൽ ഒരു തടസ്സം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു ഇന്റർനെറ്റ് ബ്ലോക്കേജ് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്നുള്ള പ്രാദേശിക റിപ്പോർട്ടുകൾ വലിയ സമയമെടുത്തുകൊണ്ട് വൈകിക്കൊണ്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ട് ഇറാനിലും ടെഹ്റാനിലും മറ്റ് തുറമുഖങ്ങളിലടക്കം ഉണ്ടായ വലിയ നാശനഷ്ടങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ഈ ഒരു വലിയ നഷ്ടങ്ങൾ തന്നെയാണ് ടെഹ്റാനിലും ഇറാനിലും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ രീതിയിൽ മരണസംഖ്യ കുതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ അമേരിക്കയുടെ USS ജെറാൾഡ് ആക്രമിച്ചത് സംബന്ധിച്ച് അമേരിക്കയുടെ പ്രതികരണം അതൊരു വ്യാജ വാർത്തയാണെന്ന നിലയ്ക്കാണ്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. അമേരിക്കയുടെ യാതൊരു യുദ്ധ കപ്പലുകൾക്കോ അല്ലെങ്കിൽ മറ്റ് സൈനിക താവളങ്ങൾക്കോ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ട് അമേരിക്ക റിപ്പോർട്ട് ചെയ്യുന്നില്ല, അമേരിക്ക സ്ഥിരീകരിക്കുന്നില്ല. അതേസമയം ഈ ഒരു സംഘർഷം നീളുന്ന സാഹചര്യത്തിൽ ഈ US കോൺഗ്രസിനെ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയും അതുപോലെ തന്നെ ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥരും ചേർന്ന ഒരു വിവരം അറിയിക്കുന്നുണ്ട്. കോൺഗ്രസിന് ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ഈ ഒരു വിശദീകരണം നൽകുന്ന സാഹചര്യത്തെയും ഈ ഒരു സംഘർഷം നീളുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം ഇത് കാണാനായിട്ട്. അതായത് ഇതുവരെ എന്തായിരുന്നു ഈ സൈനിക നടപടികളുടെ പശ്ചാത്തലമെന്നും ലക്ഷ്യമെന്നും അതുപോലെ എത്ര നാൾ ഈ ഒരു സംഘർഷം നീളുമെന്നത് സംബന്ധിച്ചുമുള്ള ഒരു വിശദീകരണം നൽകുന്നതിനായിട്ടാണ് US കോൺഗ്രസിൽ ഈ മാർക്കോ റൂബിയോയും അതുപോലെ മറ്റ് ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു സംഘം വിശദീകരണം നൽകാൻ ഒരുങ്ങുന്നത്. അതേസമയം സമാധാന ചർച്ചകൾ നടക്കണം. ആ സമാധാന ചർച്ചകൾ നടത്താനുള്ള മധ്യസ്ഥതയ്ക്ക് ഒമാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സംഘർഷം നീളുന്ന സാഹചര്യത്തിലേക്കാണ് ഇനിയും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ളൊരു തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ, അതായത് ഈ സൈനികരുടെ മരണം, ഖത്തറിലെ 3 US സൈനികരുടെ മരണത്തെ തുടർന്ന് ഈ സൈനികരുടെ മരണത്തിലും പ്രതികാരം ചെയ്യുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് അവസാനത്തെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരസ്പരമുള്ള ഈ ഒരു പ്രതികാര നടപടികൾ എങ്ങനെയായിരിക്കും, അതുപോലെ ഈ ഒരു പ്രതികാര നടപടികളിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ GCC രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണത്തിൽ ഒരു പ്രതികരണത്തിന് മുതിരുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഈ ഫ്രാൻസും ജർമ്മനിയും അതുപോലെ തന്നെ UK-യും ഓസ്ട്രേലിയയും അടക്കമുള്ള രാജ്യങ്ങൾ അവരവരുടെ ഈ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങളിലേക്ക് അമേരിക്കയ്ക്ക് ആക്സസ് നൽകുകയാണെങ്കിൽ, പ്രവേശനം നൽകുകയാണെങ്കിൽ, അത് വലിയ രീതിയിൽ ഇറാൻ ഇപ്പോഴുണ്ടായിരിക്കുന്ന നഷ്ടത്തിലും വലിയൊരു നഷ്ടത്തിലേക്ക് ഈ ആക്രമണങ്ങളെ എത്തിക്കുന്നു.